ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ മത്തങ്ങയും ചെറുപയറും വെച്ചിട്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഞാനിവിടെ മത്തങ്ങ കുറച്ചെടുത്തിട്ട് ഒന്ന് ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പയർ നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ മത്തങ്ങ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരുപാട് കനം കുറച്ച് വേണ്ട, കുറച്ച് കനത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് അരപ്പിന് ആവശ്യത്തിനുള്ള തേങ്ങ, ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്കിനി കുറച്ച് ജീരകം, അതായത് 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ചതച്ച് മാറ്റി വെക്കണം. ഒരുപാട് അരിഞ്ഞു പോകണ്ട. അപ്പോൾ ചതയ്ക്കാൻ നേരത്ത് ഇത് പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് ചതഞ്ഞ് കിട്ടും. അപ്പോൾ അതും കൂടെ അങ്ങനെ ചേർത്തിട്ട് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുകും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ കാണുന്ന ഓൾ ബട്ടണും കൂടെ എനേബിൾ ചെയ്തിടുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നതുവരേക്കും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തണ്ടും കൂടെ ഞാനത് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. പയർ വേവിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ മത്തങ്ങ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മത്തങ്ങയിലേക്ക് നമുക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഉപ്പ് പിടിക്കാൻ കുറച്ച് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ വെള്ളമെല്ലാം പറ്റി മത്തങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരും. ഒന്നും ഉടഞ്ഞു പോകുമൊന്നുമില്ല. കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടുമേ. അപ്പോൾ നമുക്കത് അടച്ചൊന്ന് വെച്ച് വേവിക്കാം. ഒരുപാടങ്ങ് തീ കൂട്ടി വെക്കണ്ട. ഒരു മീഡിയം ഒരു ഫ്ലെയിം ഒന്ന് വെച്ചാൽ മതിയാവും. ഞാനിവിടെ നന്നായിട്ട് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം വറ്റി മത്തങ്ങ ഒരുപാടൊന്നും കുഴഞ്ഞു പോകാതെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. വൻപയറുണ്ടെങ്കിൽ നമുക്ക് വൻപയറാണെങ്കിലും മതിയാവും. ഇതുപോലെ വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. എൻ്റെ കയ്യിൽ ചെറുപയറായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപയർ ചേർത്താണ് ഉണ്ടാക്കിയത്. വൻപയർ ചേർത്തും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് പൊത്തി വെച്ചിട്ട് അത് അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഇതിനകത്ത് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടെ നോക്കിയിട്ടിടാവുന്നതാണ്. ഞാനൊരു പിഞ്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഞാൻ ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് അടുത്ത് ഇരുന്നോട്ടെ. ഇപ്പോൾ അത് നന്നായിട്ടായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നന്നായിട്ട് എല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മത്തങ്ങയും പയറും എല്ലാം നന്നായിട്ടത് വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തോരൻ, മത്തങ്ങയും ചെറുപയറും കൂടെ ചേർത്തിട്ടുള്ള ഒരു തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കമൻ്റ് അറിയിക്കണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.